പർവ്വത്തില് യുധിഷ്ഠിരാദികളുടെ അടുത്തേക്ക് ദേവലോകത്ത് നിന്ന് സാക്ഷാൽ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടി തിരിച്ചു വന്നു. 5 വർഷം അവിടെ കഴിഞ്ഞുകൂടിയ കഥ, അതിൽ ദേവന്മാരുടെ പ്രീതി സമ്പാദിച്ചതും ദിവ്യാസ്ത്രങ്ങൾ നേടിയതും, അതോടൊപ്പം തന്നെ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശത്രുക്കളായ ആ നിവാത കവചന്മാർ, അവര് സമുദ്രകുക്ഷിയിൽ ആണ് അവരുടെ വാസം, സമുദ്രമധ്യത്തിലാണ്. അവിടെ മാതലി സമേതനായിട്ട് മാതലിയുടെ സാരഥ്യത്തോടു കൂടിയിട്ട് ഒറ്റക്ക് അർജുനൻ ചെന്ന് ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ആ നിവാത കവചന്മാരെ വധിക്കുന്നതായ ഭാഗത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ദൈത്യപുരിയിലേക്ക്, സമുദ്രമധ്യത്തിലുള്ള പുരിയിലേക്ക് മാതലി ആ രഥം താഴോട്ട് ഇറക്കി. മാതലി സമതല പ്രദേശത്ത് ഇറക്കി. സമുദ്ര പ്രദേശത്ത് എത്തിയപ്പോൾ ആ കുതിരയുടെ വേഗം അത്ഭുതകരമായിരുന്നു. മാതലിയുടെ ആ സാമർഥ്യം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നു. ദാനവന്മാർ എനിക്കെതിരായിട്ട് അസ്ത്രവർഷം തുടങ്ങി. ആ സമയത്ത് ഞാനും തിരിച്ച് അവർക്കെതിരായിട്ടും എൻ്റെ കരവേഗം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഘോരമായ അസ്ത്രവർഷം ഞാനും ചെയ്തു. ആകാശമാർഗത്തിൽ വന്നുകൊണ്ട് ദേവന്മാരും മഹർഷിമാരും എൻ്റെ യുദ്ധസാമർഥ്യത്തെ പാടി പുകഴ്ത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ ദൈത്യന്മാര് അസ്ത്രങ്ങളെ കൊണ്ട് എൻ്റെ രഥം മുഴുവൻ അങ്ങനെ മൂടി ഒന്നും കാണാതെയായി. അതേസമയത്ത് എൻ്റെ ശരവേഗവും മാതലിയുടെ രഥവേഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈത്യന്മാരെ നേരിട്ടു. ആയിരക്കണക്കിന് ദൈത്യന്മാരെ ഞാൻ അവിടെ കൊന്നുതള്ളി. പക്ഷെ അവരുടെ ആക്രമണം പെട്ടെന്ന് കലത്ത് വന്നു. അസഹ്യമായ ആക്രമണം അവർ തൊടുത്തു വിട്ട സമയത്ത് ഞാൻ വേറെ രക്ഷയില്ലാതെ അവർക്കെതിരെ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. അതുപോലെ ഇന്ദ്രൻ എനിക്ക് തന്ന മാധവാസ്ത്രവും ഞാൻ പ്രയോഗിച്ചു. അങ്ങനെ ദൈത്യന്മാരുടെ ചോരപ്പുഴ അവിടെ ഒഴുകി. 10,000-കണക്കിന് ദാനവന്മാർ അവിടെ മരിച്ചു വീണു. ആ സമയത്ത് അവര് യുദ്ധത്തിന്റെ രീതി, അതിൻ്റെ ആ രീതിയൊക്കെ മാറ്റി പുതിയ പ്രയോഗങ്ങളുമായിട്ട് വന്നു. അവര് ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട്, മായാപ്രയോഗങ്ങളെ കൊണ്ട് പാറകളും ശിലാഖണ്ഡങ്ങളും എൻ്റെ നേരെ വർഷിച്ചു. ഞാനതിനെ മഹേന്ദ്രാസ്ത്രം കൊണ്ട് ചേർത്ത് നിന്ന് ആ പാറകളെയൊക്കെ ചൂർണമാക്കി. അവർ എനിക്കെതിരായിട്ട് ജലവർഷം ആരംഭിച്ചു. ഘോരമായ വർഷം വെള്ളമായിട്ട് അങ്ങനെ വർഷിച്ച് വിഷമിപ്പിച്ച സമയത്ത് ഞാൻ വിശോഷണാസ്ത്രം എന്ന ദിവ്യാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തെ നിർവീര്യമാക്കി. അപ്പോൾ അവർ അഗ്നിയും വായുവും ഒരുമിച്ച് തൊടുത്തു വിട്ടുകൊണ്ട് ഘോരമായ അഗ്നിപ്രളയം അവർ സൃഷ്ടിച്ചപ്പോൾ ഞാൻ സലിലാസ്ത്രം, സലിലം എന്ന് വെച്ചാൽ വെള്ളമാണ്, സലിലാസ്ത്രം കൊണ്ട് ഞാൻ അഗ്നിയെ നിർവീര്യമാക്കി. അതുപോലെ ശൈലമഹാസ്ത്രം കൊണ്ട് വായുവിൻ്റെ ആ ഉപദ്രവത്തെയും ഞാൻ തടുത്തു നിർത്തി, നിയന്ത്രിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അവരുടെ പ്രയോഗങ്ങളെ ഞാൻ ഹതപ്രഭമാക്കിയപ്പോൾ, നിഷ്പ്രഭമാക്കി തീർത്തപ്പോൾ അവർ വേറെ ഗത്യന്തരമില്ലാതെ മായാപ്രയോഗങ്ങൾ ആരംഭിച്ചു, മായായുദ്ധം ആരംഭിക്കുകയാണ്. അഗ്നി, വായു, ശിലാഖണ്ഡങ്ങൾ എന്നിവ അന്തരീക്ഷത്തിൽ നിന്ന് അവർ അദൃശ്യരായി നിന്നുകൊണ്ട് ശത്രുക്കൾ അദൃശ്യരായിരിക്കുകയും ആകാശത്ത് നിന്നും അഗ്നിയും വായുവും അതുപോലെ ശിലകളും വർഷിക്കാൻ തുടങ്ങി. അത് രഥത്തിന് മുകളിൽ വീണു, കുതിരകളുടെ മേലെ വീണു. കൂടുതൽ കുതിരകൾ ഒക്കെ തന്നെ വല്ലാതെ വലഞ്ഞു. മാതലിയുടെ കയ്യിൽ നിന്ന് മാതലി അടിപതറി വീണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാണ് നഷ്ടപ്പെട്ടു പോയി. പൊടിപടലങ്ങൾ ഉയർന്ന് ഒന്നും തന്നെ കാണാതെയായി. പരിഭ്രമിച്ച മാതലി എവിടെയെന്നോ എന്നോട് ക്വാസി നിങ്ങളെ അങ്ങ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്പരം നിൽക്കുന്ന മാതലിയെ കണ്ടു. മാതലി അങ്ങനെ വലിയ അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാനും തെല്ലൊന്ന് ഭയന്നു. കാരണം ഇവിടുന്ന് ഇനി രക്ഷപ്പെടാനും പറ്റില്ല, യുദ്ധം ജയിക്കാനും പറ്റില്ല, കുടുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായി. പക്ഷെ പെട്ടെന്ന് മാതലിക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാർത്ഥ, ഞാൻ ദേവാസുരന്മാർ തമ്മിലുള്ള യുദ്ധം പലതും കണ്ടിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമൃത മഥനം ചെയ്ത സമയത്ത് അമൃതത്തിന് വേണ്ടിയിട്ട് ദേവാസുരന്മാർ ചെയ്ത ഘോരമായ വിശ്വപ്രസിദ്ധമായ യുദ്ധം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് വൃത്രാസുരനുമായിട്ട് ഇന്ദ്രൻ ചെയ്ത യുദ്ധവും അതിഘോരമായിരുന്നു. മഹാബലിയുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു, അതും അതിഗംഭീരമായിരുന്നു. ഇത്തരം യുദ്ധങ്ങളിൽ ഒന്നും കാണാത്തതായ അത്ഭുതങ്ങളാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇതുപോലൊരു യുദ്ധം ഞാൻ കണ്ടിട്ടില്ല. ഇന്നേ വരെ എനിക്ക് യുദ്ധത്തിൽ ബോധം നഷ്ടപ്പെട്ട് ഞാൻ വീണിട്ടുമില്ല. ഇതാദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തതോട് കൂടിയിട്ട് ലോകാവസാനം വന്നു ചേരും എന്ന് പോലും എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതലിയോട് പറഞ്ഞു, മാതലേ, അങ്ങ് എൻ്റെ ഭുജബലവും എൻ്റെ അസ്ത്രസാമർഥ്യവും കണ്ടുകൊള്ളൂ. സ്ഥിരോഭവ, അങ്ങ് ഒരു തരത്തിലും ഇളകാതെ കുതിരകളെ നിയന്ത്രിച്ചുകൊള്ളൂ, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറയുകയും ഞാൻ എൻ്റെ അസ്ത്രമായ എന്ന വിദ്യ ഞാൻ പുറത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ ദാരുണമായ ആസുരമായയെ ഞാൻ അസ്ത്രമായ കൊണ്ട് നേരിടാൻ തുടങ്ങി.
ആ അസ്ത്രമായ പ്രയോഗിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, സർവഭൂതഹിതത്തിനും ദേവഹിതത്തിനും ലോകഹിതത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രയോഗിക്കുന്നത്. അർജുനന്റെ നന്മ, അർജുനന്റെ ഉള്ളിലുള്ള ദൈവീയ സമ്പത്ത്, അർജുനന്റെ ഉള്ളിലുള്ള സാത്വികമായ ബുദ്ധിയാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അർജുനൻ പലപ്പോഴും യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിലും ഇനി നമ്മുടെ ഭാവിയെ കാണും, അദ്ദേഹം ദിവ്യമായ അസ്ത്രങ്ങൾ തൊടുത്ത് വിടുന്ന സമയത്ത് സർവഭൂതഹിതായ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ ജീവജാലങ്ങൾക്കും ഹിതമുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. ഇത് എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടല്ല, ശത്രുക്കളോടുള്ള ദ്വേഷം കൊണ്ട്, വിരോധം കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടുമല്ല, ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. സകല ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട്, ഈശ്വരീയമായ ഒരു ചിന്തയോട് കൂടിയിട്ട്, ഞാൻ ചെയ്യുന്നത് ഈശ്വരീയമായ കാര്യമാണ് എന്നുള്ള ഉത്തമ ബുദ്ധ്യത്തോടു കൂടിയിട്ടും ആ രീതിയിലുള്ള സമർപ്പണ ബുദ്ധിയോടും കൂടിയിട്ടാണ് അർജുനൻ ഈ അസ്ത്രമായ പ്രയോഗിക്കുന്നത്. പെട്ടെന്ന് പ്രകാശം വന്നു, ജ്വലിക്കുന്ന ദിവ്യമായ പ്രകാശം ചുറ്റുപാടും പരന്നു. പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചു. ചില സന്ദർഭങ്ങളിൽ ഭുവനം മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെ തോന്നി. ഇങ്ങനെ അസുരന്മാർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അസ്ത്രമായകൾ കൊണ്ട് ഞാൻ അവരെ കുഴക്കി. മാതലി തൻ്റെ രഥസാമർഥ്യവും മുഴുവനായിട്ട് പുറത്തെടുത്തു. അങ്ങനെ തളർന്നു കിടക്കുന്ന അസുരന്മാരെ ഞാൻ, ലക്ഷക്കണക്കിന് വരുന്ന ദാനവന്മാരെ ഞാൻ കൊന്നൊടുക്കി. അവർ തലകൾ അരിഞ്ഞു തള്ളുകയും ചെയ്തു. അദൃശ്യമാനാസ്തേ ദൈത്യ യോധയന്ത്യസ്മമായ അദൃശ്യേനാസ്ത്രമീര്യേണ താനപ്യഹമയോധയം. ആ ദൈത്യന്മാർ അദൃശ്യന്മാരായിട്ട് എനിക്കെതിരെ മായാപ്രയോഗം ചെയ്തപ്പോൾ ഞാൻ അദൃശ്യമായ അസ്ത്രവീര്യം കൊണ്ട്, എൻ്റെ അസ്ത്രങ്ങളും അദൃശ്യമായിരുന്നു, ആ അസ്ത്രമായ കൊണ്ട് ഞാൻ അവരെ അതിജയിപ്പിക്കുകയും അവരെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കുപ്പേരിയ പോലെ ഞാൻ അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ അവരുടെ തലകൾ കൊയ്തു വീഴ്ത്തുകയും ചെയ്തു. ഗണ്ഡീവമുക്തമായ വിശിഖങ്ങൾ കൊണ്ട് അസുരന്മാരുടെ തലകൾ എമ്പാടും ചിതറിത്തെറിച്ച് വീണു. ഒടുവിൽ ഭയന്ന് മായയെ നിർത്തിയിട്ട് സ്വന്തം പുരിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് അവർ തിരിച്ചു ഓടിപ്പോയി. ലക്ഷങ്ങൾ മരിച്ചു കിടക്കുന്ന കാഴ്ച അപ്പോഴാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ മായപ്രയോഗം കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് മരിച്ചു കിടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന അസുരന്മാരുടെ ജഡശരീരത്തെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് എൻ്റെ രഥം മുന്നോട്ട് നീങ്ങിയത്. പെട്ടെന്ന് അന്തരീക്ഷം മൂടുമാറ് അവർ ശിലാവർഷം തുടങ്ങുകയാണ്. അനേകം ശിലാഖണ്ഡങ്ങൾ ഞങ്ങളുടെ മേലെ അങ്ങനെ പതിക്കാൻ തുടങ്ങി. അതേ സമയത്ത് ഭൂമിക്കടിയിൽ നിന്നും ആക്രമണം ഉണ്ടായി. ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിക്കടിയിലൂടെ വന്നിട്ട് അവർ കുതിരകളുടെ കാലുകൾ പിടിച്ച് വലിക്കുകയും രഥചക്രത്തെ പിടിച്ചു നിർത്തുകയും ചെയ്തുകൊണ്ട് വലിച്ച് താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള താഴെ നിന്നുള്ള ആക്രമം ഒരു ഭാഗത്ത്, മുകളിൽ നിന്ന് പാറ കല്ലുകൾ പതിച്ചുകൊണ്ട് ഞാനും മാതലിയും ഒരു ഗുഹയിൽ അകപ്പെട്ടതുപോലെ പാറക്കല്ലുകൾക്കിടയിൽപ്പെട്ട് മരിച്ചു പോകുന്ന അവസ്ഥയിൽ വന്നപ്പോൾ മാതലി വിളിച്ചു പറഞ്ഞു, അർജുന, ഈ അസ്ത്രങ്ങളെ കൊണ്ട് കാര്യമില്ല, അങ്ങ് വജ്രാസ്ത്രത്തെ പ്രയോഗിക്കൂ. പർവ്വതങ്ങൾക്കെതിരായിട്ട്, ശിലകൾക്കെതിരായിട്ട് വജ്ര എന്ന അസ്ത്രമാണ് ഏറ്റവും സഫലമായി തീരുക എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ വജ്രാസ്ത്രം തൊടുത്തുവിട്ടു. അങ്ങനെ അവരുടെ എല്ലാ തരത്തെ ശിലാപ്രയോഗങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദാനവന്മാർ വീണ്ടും നിരവധി ആളുകൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പരസ്പരം പുണർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് മരിച്ചു വീഴുന്ന കാഴ്ചകൾ കണ്ടു. അത് കണ്ട് മാതലി ഹർഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ദേവന്മാർക്ക് നിന്നോളം വീര്യം ഉണ്ടാവുകയില്ല, നിന്നെപ്പോലെ ഇങ്ങനെ ഒരു യുദ്ധസാമർത്ഥ്യം ഞാൻ ദേവന്മാർക്കിടയിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദാനവ പത്നിമാരുടെ കൂട്ടക്കരച്ചില് അവരുടെ പുരിയിൽ നിന്നും ഉയർന്നു കേട്ടു എന്നാണ്. ശരത്കാലത്തെ സാരസ പക്ഷികളുടെ കൂട്ടക്കരച്ചില് പോലെ ആ അസുര സ്ത്രീകളുടെ കരച്ചിൽ ഞാൻ അങ്ങനെ ഉയർന്നു കഴിയുന്നു. കാരണം അത്രയധികം അസുരന്മാർ അവിടെ കൊന്ന് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. 10,000 മയൂഖ സദൃശങ്ങളായ കുതിരകളുള്ള രഥമായിരുന്നു എൻ്റേത്. ഇന്ദ്രന്റെ ആ രഥത്തിന്റെ കുതിരകളുടെ എണ്ണം 10,000 കുതിരകളായിരുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ നയിച്ച ആ യുദ്ധത്തിൽ അർജുനന്റെ രഥത്തിൽ 100 കുതിരകളായിരുന്നു എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. പലരും അത് ചിത്രകാരന്മാരൊക്കെ 4 കുതിരകളായിട്ട് 5 കുതിരകളായിട്ടൊക്കെ വരക്കാറും വർണ്ണിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ 100 കുതിരകളായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ഇന്ദ്രന്റെ രഥത്തിൽ 10,000 കുതിരകളായിരുന്നു. അത്ര ഗംഭീരമായ രഥമായിരുന്നു അത്. മയൂര സദൃശങ്ങളായ കുതിരകൾ 10,000 കുതിരകളായിരുന്നു അതിൽ. ആ രഥവുമായിട്ട് ഞാൻ ആ അസുരപുരിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്ത്രീകൾ 4 പാടും, 10,000 വരുന്ന സ്ത്രീകൾ 4 പാടും ചിതറി ഓടുന്ന കാഴ്ച കണ്ടു. ആ പുരിയാകട്ടെ അത്യത്ഭുതകരമായിരുന്നു. ഇന്ദ്രപുരിയേക്കാൾ മനോഹരവും സുഖഭോഗങ്ങൾ ഉള്ളതുമായ പുരിയായിരുന്നു. അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് മാതിരിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമരന്മാർ ഈ പുരിയിൽ കഴിയാത്തത്? അമരപുരിയേക്കാൾ സുന്ദരമാണല്ലോ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ മാതലി പറഞ്ഞു, മുമ്പ് ഇത് ദേവാധിരാജനായ ഇന്ദ്രന്റെ സ്വന്തം പുരിയായിരുന്നു, അത് അസുരന്മാർ കൈയടക്കുകയായിരുന്നു, ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ തീവ്ര തപസ് കൊണ്ട് ബ്രഹ്മാവിൽ നിന്നും വരമായിട്ട് ഈ പുരം അവർ വാങ്ങുകയായിരുന്നു. ദേവന്മാരിൽ നിന്നും ഒരിക്കലും
ദേവന്മാരിൽ നിന്ന് പരാജയം ഉണ്ടാവുകയില്ല എന്ന വരവും അവർ ബ്രഹ്മാവിനോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച ഇന്ദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ഞാനൊരു തീരുമാനം പറയാം. എന്താണ്? നീ തന്നെ മറ്റൊരു രൂപം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് അസുരന്മാരെ തോൽപ്പിച്ച് ഈ പുരി വീണ്ടെടുക്കുകയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ തന്നെ മറ്റൊരു രൂപമെടുത്ത് വരും എന്ന് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. ഇന്ദ്രൻ തന്നെയാണ് അങ്ങ് അർജുനനായിട്ട് ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ അങ്ങക്ക് ദിവ്യമായ അസ്ത്രങ്ങൾ തന്നത്. ദേവന്മാർക്ക് ആർക്കും ഇവരെ വധിക്കാൻ സാധിക്കുകയില്ല. കാലപരിണാമത്തിൽ ഇതാ അർജുന അങ്ങ് ദേവന്മാരുടെ രക്ഷക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ദ്രന്റെ മകനായിട്ട് ഒരു വ്യക്തിയുടെ ആത്മാവ് തന്നെയാണ് പുത്രനായിട്ട് ജനിക്കുന്നത്. ആത്മാവേ പുത്രനാമാസി സജീവ ശരതശതം എന്ന വേദങ്ങളിലുള്ള മന്ത്രം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതാ അങ്ങ് ഇന്ദ്രപുത്രനായ അങ്ങ് മറ്റൊരു ഇന്ദ്രൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിജയത്തെ മാതിരി പ്രകീർത്തിച്ചു. ഞങ്ങൾ ഇന്ദ്രപുരിയിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങി. മടക്കയാത്രയിൽ മറ്റൊരു പുരി വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയെ തോൽപ്പിക്കുന്നതായ പ്രകാശിക്കുന്ന ദിവ്യമായ പുരിയായിരുന്നു. ആ പുരി ആകാശത്തിലിങ്ങനെ ഒരു ആധാരവുമില്ലാതെ കഴിയുന്ന ഒരു ഗ്രഹം പോലെ, മറ്റൊരു സൂര്യനെ പോലെ കഴിയുന്ന ഒരു പുരിയായിരുന്നു. ആ പുരി ഏതാണ് എന്ന് ചോദിച്ചു. അത് പൗലോമ കാലകേയ അസുരന്മാരുടെ, പൗലോമന്മാരും കാലകേയന്മാരും എന്നു പേരുള്ള രണ്ട് വിഭാഗം അസുരന്മാരുടെ നഗരിയായിരുന്നു. നാനാതരത്തിൽ ആയുധങ്ങളേന്തിയ അസുരന്മാരായിരുന്നു അവിടെ. മാതലി പറഞ്ഞു, എങ്ങനെയാണ് ഈ പുരി അസുരന്മാർ നേടിയെടുത്തത്? പണ്ട് പുലോമ എന്നു പേരുള്ള ഒരു ദൈത്യ കന്യക, അസുരകന്യക, അതുപോലെ മറ്റൊരു അസുരകന്യകയാണ് കാലക എന്നു പേരുള്ള കന്യക. ഈ രണ്ട് അസുരകന്യകമാരും 1000 വർഷക്കാലം തപസ് ചെയ്തു ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി. സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷമായി അവരെ വരം ചോദിച്ചു, ഞങ്ങളുടെ മക്കള് ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, യക്ഷന്മാർ, ദേവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ ഇവരിൽ നിന്നൊന്നും തന്നെ പരാജയമില്ലാത്തവരായിരിക്കണം എന്നുള്ള വരമാണ് അവർ വാങ്ങിയത്. അതുപോലെ രമണീയമായ ഒരു ഖചരം ആയ പുരം, ഖചരം എന്ന് വെച്ചാൽ ഖം എന്ന് വെച്ചാൽ ആകാശം, ആകാശത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു പുരിയും ഞങ്ങൾക്ക് വേണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മാവ് അത് അനുവദിച്ചു കൊടുത്തു. അവരുടെ മക്കളായിട്ടുള്ള പുലോമയുടെ മക്കളായിട്ടുള്ള പൗലോമന്മാർ, കാലകയുടെ മക്കളായിട്ടുള്ള കാലകഞ്ചന്മാർ അല്ലെങ്കിൽ കാലകേയന്മാർ, ഈ രണ്ട് വിഭാഗം ആളുകളാണ് ഇവിടെ ഈ ഹിരണ്യപുരം എന്നു പേരുള്ള ഈ ഖചരപുരത്തിൽ, ആകാശത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പുരിയിൽ വസിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് മാത്രമേ അവർക്ക് മരണം ഉണ്ടാവുകയുള്ളൂ. മനുഷ്യർക്ക് അവരെ കൊല്ലാൻ സാധിക്കുകയുമില്ല. അവരുടെ ആ സമരവീര്യം മനുഷ്യർക്ക് ഒരിക്കലും കിട്ടുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങ് തേര് ആ ഹിരണ്യപുരിയിലേക്ക് നയിക്കൂ. കാരണം ദേവന്മാരുടെ ശത്രു എനിക്കും ശത്രുക്കളാണ്, അവർ എനിക്ക് ബദ്ധ്യരാണ്, അവരെ കൊന്നിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവദ്രോഹികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ആ തേര് മുന്നോട്ട് നയിക്കാൻ, ആ പുരിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മാതിരിയോട് പറഞ്ഞു. മാതിരി എന്നെ അങ്ങോട്ട് നയിച്ചു. അവിടെ സായുധന്മാരായ ദാനവന്മാരാണ് എന്നെ നേരിട്ടത്. ശരവർഷം കൊണ്ട് ഞാനും അവരെ തിരിച്ച് ആക്രമിച്ചു. 100 കണക്കിന് തലകൾ കൊയ്തെറിഞ്ഞു. ഖചരപുരം കണ്ടിട്ട് എനിക്ക് അത്ഭുതമായി. കാരണം അന്തർഭൂമോ നിപതതി പുനരൂർധ്വം പ്രതിഷ്ഠതേ പുനഃസ്ഥിര പ്രയാത്യാശു പുനരപ്സു നിമജ്ജതി. ആകാശത്തിൽ സ്ഥിരമായി നിൽക്കുകയല്ല, ഇടക്കിടക്ക് അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കും, ഇടക്ക് ഭൂമിയുടെ അന്തരാളത്തിലേക്ക് ചെന്ന് മറയും, ചിലപ്പോൾ മുകളിലോട്ട് പൊങ്ങി വരും, ചിലപ്പോൾ തിര്യക്കായിട്ട് തിരശ്ചീനമായിട്ട് സഞ്ചരിക്കും, ചിലപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും, കാണുകയില്ല. ഇങ്ങനെ അത്ഭുതകരമായ പുരി പല രീതിയിലാണ് സഞ്ചരിക്കുന്ന പുരിയിലാണ് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരജാലങ്ങൾ കൊണ്ട്, ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ അവരെ നേരിടുകയാണ് ചെയ്തത്. ഒടുവിൽ എൻ്റെ ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗഫലമായിട്ട് അവരുടെ ഹിരണ്യപുരി ആകാശത്തു നിന്ന് ആധാരം വിട്ട് താഴെ പതിച്ചു. ഭൂമിയിൽ പതിച്ചപ്പോൾ മാതിരി തൻ്റെ രഥവും താഴെ ഇറക്കി. അപ്പോൾ ആ പുരിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എത്ര പേരായിരുന്നു? 60,000 രഥങ്ങൾ, അതിഗംഭീരമായ രഥങ്ങളിൽ കയറിയ യോദ്ധാക്കള് എൻ്റെ നേരെ ചാടി വരികയാണ്. അവരെ നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ ഗൃധ്രപുംഖങ്ങളായ അസ്ത്രങ്ങളെ, ശരങ്ങളെ ഞാൻ അവരിൽ വർഷിക്കുകയാണ്. ഗൃധ്രം എന്ന് വെച്ചാൽ കഴുകൻ. കഴുകന്റെ ഈ തൂവലുകൾ പതിപ്പിച്ച തൂവലുകൾ വച്ച് പിടിപ്പിച്ച മനോഹരമായ അസ്ത്രങ്ങളെ കൊണ്ടാണ്. അർജുനന്റെ യുദ്ധകല എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നമുക്ക് മഹാഭാരത യുദ്ധത്തിലൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിലെ ചില പ്രയോഗങ്ങളുണ്ട്. ആ ശരപ്രയോഗം വളരെ മനോഹരമാണ്. കലാപരമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവായിരുന്നു അർജുനൻ. അപ്പോൾ ഇത്രയും 60,000-ഓളം വരുന്ന രഥങ്ങളിൽ വരുന്ന യോദ്ധാക്കളെ മുഴുവൻ എല്ലാവർക്കും ഒരേ രീതിയിലെ ശരങ്ങൾ, ഗൃധ്രപുംഖങ്ങളായ കഴുകന്റെ തൂവൽ പിടിപ്പിച്ചതായ അമ്പുകളേറ്റ് അവർ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ മനോഹരമായൊരു കാഴ്ചയായിരിക്കും.
അങ്ങനെ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന അപൂർവം യോദ്ധാക്കളിൽ ഒരാളായിരുന്നു. സവ്യസാചി എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം അതായിരുന്നു. അപ്പൊ യുദ്ധത്തെ ഒരു ആയോധനത്തെ ഒരു കലയാക്കിയിട്ട് അതിൻ്റെ ഒരു മനോഹാരിതയോട് കൂടിയിട്ട് ചെയ്യുക, ഭംഗിയോടുകൂടി ചെയ്യുക, അത് അതിഘോരമായിട്ട് ചെയ്യുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ബീഭത്സു, ശത്രുക്കളിൽ ബീഭത്സ രസം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബീഭത്സു എന്ന പേര് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ സമർത്ഥനായ യോദ്ധാവായിരുന്നു അർജുനൻ എന്നാണ് ഇത് കാണിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, അർജുനൻ പറയുന്നു, എനിക്ക് മനസ്സായി, മാനവോചിതമായ യുദ്ധം കൊണ്ട് ഇവരെ ജയിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ദിവ്യാസ്ത്രങ്ങളെ പുറത്തെടുത്തു. വിചിത്ര മുകുടാപീഡാ വിചിത്ര കവചധ്വജാ വിചിത്ര ആഭരണാശ്ചൈവ നന്ദയന്തീവമേ മനഃ. അവിടെ വീണ് കിടക്കുന്ന വിചിത്രമായ കിരീടങ്ങൾ അണിഞ്ഞ ശിരസ്സുകൾ, വിചിത്രമായ കവചങ്ങളും ധ്വജങ്ങളും അണിഞ്ഞവരായ യോദ്ധാക്കള്, വിചിത്രമായ ആഭരണങ്ങൾ അണിഞ്ഞവരും അവിടെ വീണ് കിടക്കുന്നതായ കാഴ്ച കണ്ട് എനിക്ക് വളരെയധികം ഹർഷമുണ്ടാക്കി. പക്ഷെ എന്നിട്ടും എനിക്ക് യുദ്ധം ജയിക്കാൻ സാധിച്ചില്ല. എനിക്കാണ് കൂടുതൽ പീഡയുണ്ടായത്. ശരീരം തളരുന്നു, ആയുധങ്ങൾ തീരുന്നു. ഞാൻ വളരെയധികം വ്യഥിതനായി. മഹത്തായ ഭയവും എന്നെ വന്ന് പൊതിഞ്ഞു. ഉടനെ ഞാൻ ചിന്തിച്ചു ഇവരെ നേരിടാൻ അപൂർവമായ എന്തെങ്കിലും അസ്ത്രം പ്രയോഗിക്കണം. അങ്ങനെ ഞാൻ ഭഗവാൻ രുദ്രദേവൻ എനിക്ക് തന്ന പാശുപതാസ്ത്രത്തെ മനസ്സുകൊണ്ട് സ്മരിച്ചു. പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് അർജുനൻ ചെയ്ത കാര്യം എന്തായിരുന്നു? തതോഹം ദേവദേവായ രുദ്രായ പ്രയതോരണേ സ്വസ്തി ഭൂതേഭ്യ ഇത്യുക്ത മഹാസ്ത്രം സമചോദയം. അർജുനന്റെ ആ ഒരു ഭക്തി വിശ്വാസം, ദേവന്മാരുടെ രുദ്രഭഗവാനിലുള്ള വിശ്വാസം, സകല ജീവജാലങ്ങളോടും സർവഭൂതഹിതേരതത്വം, എല്ലാ ജീവജാലങ്ങളോടും ഉള്ള ദയാവായ്പ്, ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലയോ ഈശ്വരന്മാരെന്നെ രക്ഷിക്കട്ടെ, സാക്ഷാത് രുദ്രൻ എന്നെ രക്ഷിക്കട്ടെ. ഈ അസ്ത്രം പ്രയോഗം എനിക്ക് എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മഹത്തായ ചിന്തയോടു കൂടിയിട്ടാണ് അർജുന യുദ്ധം ചെയ്യുന്നത്. ആ രുദ്രനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി ഭൂതേഭ്യ, സകല ജീവജാലങ്ങൾക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മഹാസ്ത്രം, രൗദ്രാസ്ത്രം, പാശുപതാസ്ത്രം ഗാണ്ഡീവത്തിൽ തൊടുത്തത്. എത്തത് രൗദ്രമിതി ഖ്യാതം മഹത് പാശുപതം ദിവ്യം സർവലോക നമസ്കൃതം. അതിന് പ്രതിവിധിയില്ല, ആ അസ്ത്രത്തിന് മറ്റൊരു പ്രതിവിധിയില്ലാത്ത അസ്ത്രമാണ്. തതോപശ്യം ത്രിശിരസം പുരുഷം നവലോചനം ത്രിമുഖം ഷഡ്ഭുജം ദീപ്തം അർക്കജ്വലമൂർധജം എന്നാണ്. ആ അസ്ത്രം തന്നെ എങ്ങനെയായിരുന്നു? ആ അസ്ത്രം പ്രത്യക്ഷമായിട്ട് എൻ്റെ മുന്നിൽ നിന്നത് എങ്ങനെയായിരുന്നു? ആ ഗാണ്ഡീവത്തിൽ നിന്നത് ഒരു 3 ശിരസ്സുള്ള പുരുഷൻ, 9 കണ്ണുകൾ, ഓരോ മുഖത്തും 3 വീതം കണ്ണുകൾ, 3 മുഖമുള്ളതും ഷഡ്ഭുജം ആയിട്ടുള്ളതും ദീപ്തവുമായ, സൂര്യനെ പോലെയും അഗ്നിയെ പോലെയും ജ്വലിക്കുന്നതുമായ മഹാനാഗങ്ങൾ ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്നതായ ഒരു ദിവ്യരൂപമാണ് ഈ അസ്ത്രമായിട്ട് ഗാണ്ഡീവത്തിൽ അങ്ങനെ തൊടുക്കപ്പെട്ടു നിൽക്കുന്നത് എന്നാണ്. അത്രയും ഘോരമായിട്ട് അസ്ത്രമായിരുന്നു. നമസ്കൃത്വാ ത്രിനേത്രായ ശരവായ ആമിത തേജസ്സേ, ശർവനായിരിക്കുന്ന ത്രിനേത്രനായ രുദ്രനെ വീണ്ടും വണങ്ങിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി ഭൂതേഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ അസ്ത്രം ഞാൻ അങ്ങ് തൊടുത്തു വിട്ടപ്പോൾ ആ അസ്ത്രത്തിൽ നിന്നും വിഭിന്നങ്ങളായ ജീവജാലങ്ങൾ പുറപ്പെട്ടു, ഘോരരൂപികളായ ജീവജാലങ്ങൾ പുറപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? മൃഗാണാം അധ സിംഹാനാം വ്യാഘ്രാണാം ച വിശാംപതേ വൃക്ഷാണാം മഹിഷാണാം ച പന്നഗാനാം തഥാ ഗവാം ശരഭാണാം ഗജാനാം ച വാനരാണാം ച സംഘശഃ ശാലാവൃഗാണാം പ്രേതാനാം ഭൂരുണ്ടാനാം ച സർവശ. ആ അസ്ത്രത്തിൽ നിന്നും അനേകായിരം വരുന്ന ജീവജാലങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വസ്തി ഭൂതേഭ്യ എന്ന് പറയുമ്പോൾ ലോകരക്ഷണത്തിന് വേണ്ടിയിട്ട് ലോകത്തെ മുഴുവൻ ഹിംസിക്കുന്നവരായ ഈ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് സകല ജീവജാലങ്ങളും അണിനിരന്നത് പോലെ ഈ അസ്ത്രത്തിൽ നിന്നും ഈ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായി എന്നാണ്. മാനുകള്, സിംഹങ്ങള്, പുലികള്, കരടികള്, പോത്തുകള്, അതുപോലെ സർപ്പങ്ങള്, നാഗങ്ങള്, ശരഭം, സിംഹത്തെ കൂടി ഭക്ഷിക്കുന്നതായ മൃഗമാണ് ശരഭം എന്ന് പുരാണങ്ങളിൽ പറയുന്നു. ആനകള്, വാനരന്മാര്, അതുപോലെ ചെന്നായ്ക്കള്, കുറുക്കന്മാര്, പ്രേതങ്ങള്, ഭൂരുണ്ട പക്ഷികള്, ഗൃധ്രാണം ഗരുഡാനം ച, കഴുക പക്ഷികള്, ഗരുഡന്മാര്, ചാമരന്മാര്, അതുപോലെ ദേവന്മാര്, ഋഷിമാര്, ഗന്ധർവന്മാര്, പിശാചുക്കള്, യക്ഷന്മാര്, ഗുഹ്യകന്മാർ മുതലായിട്ടുള്ള വിവിധ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ ഈ അസ്ത്രത്തിൽ നിന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറപ്പെട്ട് അനേകായിരം വരുന്ന ഒരു വലിയ സൈന്യമായിട്ടത് മാറുകയാണ്. അവരൊക്കെ തന്നെ ചെന്ന് ഈ അസുരന്മാരെ അസുരന്മാരൊക്കെ തന്നെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നു. ചത്തുകിടക്കുന്ന, ഈ അസ്ത്രം ശമിച്ചപ്പോൾ ചത്തുകിടക്കുന്ന അസുരന്മാരുടെ വലിയ നിരയെ കണ്ടു.
മാതിരി അത് കണ്ട് ഹർഷിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് അർജുന നീ ചെയ്തിരിക്കുന്നത്. ആ ഖഗപുരം അങ്ങനെ തകർത്തു. സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ ആ പുരിയിൽ നിന്നും ഉയർന്നു വന്നു. മരിച്ചുപോയ ഭർത്തകന്മാരെയും മക്കളെയും സഹോദരന്മാരെയും കെട്ടിപ്പിടിച്ച് കരയുന്ന സ്ത്രീകളുടെ നിരകൾ എനിക്ക് കാണാൻ സാധിച്ചു. ദൈത്യപുരി ശൂന്യമായി, ശവപ്പറമ്പ് പോലെ ശൂന്യമായി തീർന്നു. വിജയശ്രീ ലാളിതനായിട്ട് ഞാൻ ദേവരാജ ഭവനത്തിലേക്ക് മാതിരിയോടൊപ്പം ചെന്നു. മാതിരി എല്ലാ യുദ്ധത്തിന്റെ കഥകളും ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ അത് കേട്ട് സന്തോഷിച്ച് സാധു സാധു, നന്നായി നന്നായി എന്ന് പറഞ്ഞു. എന്നെ വന്ന് ആലിംഗനം ചെയ്തു, പ്രേമത്തോടുകൂടി ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഗുരുവർത്ഥസ്ഥ പാർത്ഥ മഹാശത്രുൻ ഘതാമ, നീ എൻ്റെ മഹാശത്രുക്കളെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ചെയ്തു തന്നത് അർജുന. യവമേവ സദാ ഭാവ്യം സ്ഥിരേണാജോ ധനഞ്ജയ, ഇനിയും നിനക്ക് യുദ്ധത്തിൽ ഇതുപോലെ സ്ഥിരമായി നിന്നുകൊണ്ട് പരാജയമേൽക്കാത്ത സ്ഥിരമായ ആ ഒരു നിൽപ്പ്, അതാണ് നിന്റെ യുദ്ധവിജയത്തിന്റെ രഹസ്യം. അസമ്മൂഢേന ശാസ്ത്രാണം കർത്തവ്യം പ്രതിപാദനം, മറ്റുള്ളവ ശത്രുവിന്റെ അസ്ത്രങ്ങൾ വരുമ്പോൾ അതിൽ മോഹിച്ചു പോവുക, തളർന്നു പോവുക, മാനസികമായിട്ട് തളരാത്ത അവസ്ഥയാണ് നിന്റെ വിജയ രഹസ്യം. അത് ഇനിയും നിനക്ക് കൂടുതൽ ശക്തമായിട്ട് പ്രബലമായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അവശഹ്യോ രണേഹിത്വം ദേവദാനവ രാക്ഷസൈഹി, ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും വന്നാലും നിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല, നിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സമരവീര്യം നിനക്കുണ്ടാകും. നിന്നെക്കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഈ ഭൂതലത്തെ ജയിച്ച് ദീർഘകാലം ഭരിക്കാൻ ഇടവരും എന്ന് അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ജ്യേഷ്ഠ. അതുകൊണ്ട് നമുക്ക് ഇതാ ഇന്ദ്രന്റെ അനുഗ്രഹം, ദേവന്മാരുടെ അനുഗ്രഹം, ഋഷിമാരുടെ അനുഗ്രഹം ഒക്കെ കൈവന്നിരിക്കുന്നു. ഇനി ഒന്നും ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞ് ജ്യേഷ്ഠരെയും മറ്റു സഹോദരങ്ങളെയും അർജുനൻ ആശ്വസിപ്പിക്കുകയും അവരിൽ ആത്മവീര്യം പകർന്നു കൊടുക്കുകയും ചെയ്തു. അർജുനന്റെ വീര്യം നമുക്ക് ഇനിയും കാണാനുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കാണാൻ സാധിക്കും. അജയ്യനായിട്ട് ഭീഷ്മര്, ദ്രോണര്, കൃപര്, കർണൻ, അശ്വത്ഥമാവ്, ശല്യര് മുതലായിട്ടുള്ള മഹാരഥന്മാരോടൊക്കെ ഒറ്റക്ക് നിന്ന് ജയിക്കാൻ കഴിവുള്ളവനാണ് അർജുനൻ എന്ന് ഇന്ദ്രന്റെ വാക്കിൽ നിന്ന് ഇന്ദ്രൻ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് അർജുനന് വാസ്തവത്തിൽ ഒറ്റക്ക് നിന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം മൃദുയുദ്ധം ചെയ്യുന്നവനാണ്. തൻ്റെ ബന്ധുക്കളെതിരെ ദയ കാണിക്കും, കാരുണ്യം കാണിക്കും, വേദനിക്കാതെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കും, ആരെയും മുറിവേൽപ്പിക്കാതെ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതിനുള്ള യുദ്ധത്തിന്റെ സാമർഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം ഭൂതദയ ഉണ്ടായിരുന്നു. അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മഹത് ഗുണങ്ങളുടെ ഒരു വിളനിലമായിരുന്നു അർജുനൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യുദ്ധത്തിൽ സ്വയം ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അർജുനന്റെ കൂടുതൽ യുദ്ധവീര്യങ്ങൾ നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ കാണാം. അതുപോലെ വിരാടപർവ്വത്തിലും കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും അർജുനന്റെ നിരവധി സദ്ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ ഇടവരും. നമസ്കാരം.